ജിൻഡോ ഇടയ്ക്കൊരു ഒരു പാവം പോലെ തോന്നിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഒരു പാവം എന്നുള്ള പരിമിതി കൊണ്ടാണ് പലരും. ഞാനിപ്പോ എന്താണ് ജാസ്മിൻ അതുപോലെ തന്നെ ജിൻഡോ എന്ന് പറഞ്ഞാലില്ലേ, ആരെ പിക്ക് ചെയ്യും? ജിൻഡോ അല്ലെങ്കിൽ ജാസ്മിൻ എന്ന് പറഞ്ഞ കാരണം ജിൻഡോ നല്ല ഗെയിമറാണ്. ജിൻഡോ നല്ല ഗെയിമറാണ്. ജാസ്മിനേലും നല്ല ഇതാണ്. ജിൻഡോ ജയിക്കാനാണ് ചാൻസ്. ജിൻഡോ കപ്പടിക്കും. ഓക്കെ, ബിഗ് ബോസ് കാണാറില്ലേ? ബിഗ് ബോസിൽ ഇപ്പൊ ജാസ്മിൻ അല്ലെങ്കിൽ ജിൻഡോ എന്ന് പറഞ്ഞാൽ ആരെ ചെയ്യും? ജാസ്മിൻ ഓർ ജിൻഡോ? കാരണം ജിൻഡോ നല്ല രസമാണ്. കപ്പടിക്കാൻ യോഗ്യത ഉണ്ട് ജിൻഡോക്ക്. ഓക്കെ, അതായത് ഇപ്പൊ ബിഗ് ബോസ് അവസാന ഘട്ടത്തിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. സീസൺസ് എല്ലാം കണ്ടുപിടിക്കണം. അതിലിപ്പോ ഞാൻ 2 പേര് പറഞ്ഞിട്ട് അതില് ആരെ ചൂസ് ചെയ്യണം എന്ന് പറഞ്ഞാൽ അത്രേ ഉള്ളൂ. അതായത് ഇപ്പൊ ഞാൻ 2 പേര് പറയും. ആരാണ് ഇഷ്ടം അല്ലെങ്കിൽ ആരാണ് വിന്നർ? ഇപ്പൊ ജാസ്മിൻ പിന്നെ അതുപോലെ ജിൻഡോ എന്ന് പറഞ്ഞാൽ ആരെ ചൂസ് ചെയ്യും? പറഞ്ഞോ. ജിൻഡോ പറയാനുള്ള കാരണം എന്തായിരിക്കും? ജാസ്മിൻ ഫാർ ബെറ്റർ ആണോ അതോ? ഓക്കെ, ഞാനുണ്ടല്ലോ, സോറി, ഞാനത് പറഞ്ഞ എനിക്ക് അങ്ങനെ പറയേണ്ടതല്ല. കാരണം എനിക്ക് ജാസ്മിന് ആദ്യം വലിയ ഇഷ്ടമുണ്ടായില്ല. അത്ര നന്നായിട്ട് ഗെയിം കളിക്കുന്നോണ്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ പുള്ളിക്കാരി കുറച്ചും കൂടെ ഗെയിമിലേക്ക് ഇറങ്ങിയിട്ട് ഇപ്പൊ അതുകൊണ്ട് ഫാർ ബെറ്റർ ആയിട്ട് ഫാർ ബെറ്റർ ആയിട്ട് തോന്നില്ല. പക്ഷെ ചില സമയത്ത് എന്താ പറയാ നിലപാടുകളൊക്കെ കറക്റ്റ് ആയിട്ട് തോന്നാറില്ല. ചിലതൊക്കെ കറക്റ്റ് ആയിട്ട് തോന്നാറില്ല. അപ്പൊ അതുകൊണ്ട് എനിക്ക് അങ്ങനെ പറയുന്നതിനോട് പറയാനായിട്ട് എനിക്കത് പറയാൻ പറ്റില്ല. ഇപ്പൊ സീസൺസ് പറഞ്ഞ മറ്റു സീസൺ വെച്ചിട്ട് കുറെ ലിമിറ്റ്, കുറെ കണ്ടന്റ് കുറവാണ്. കണ്ടന്റ് വാല്യൂ അത്ര ഇല്ലാത്തൊരു സീസണാണ് സീസൺ 6 എന്ന് പലരും പറയുന്നുണ്ട്. അപ്പൊ ഇതില് ഏറ്റവും വിന്നറായിട്ട് കൺസിഡർ ചെയ്യുന്നത് കാരണം എന്ന് പറഞ്ഞാൽ ഇതാണ് ഏറ്റവും കൂടുതൽ കുറച്ചും നല്ലത് എന്ന് കരുതിയിട്ടാണ് ജിൻഡോനെ കൺസിഡർ പലരും. പക്ഷെ ഒരു മറ്റു സീസണെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഒരു വിന്നിംഗ് മെറ്റീരിയൽ ആയിട്ട് കൺസിഡർ, ഇപ്പൊ അഖിൽമാരായാലും ഇപ്പൊ ഡോക്ടർ റോബിൻ ആയാലും അതേപോലെ സാബു ആയാലും രജിത് കുമാർ, അവരത്ര ഒരു ഇമ്പാക്ട് ഒന്നും ജിൻഡോ എന്ന കണ്ടസ്റ്റന്റ് ഇല്ലല്ലോ. തമ്മിൽ ഭേദം എന്നുള്ള ഇല്ല. അപ്പൊ ആ കൂട്ടത്തിൽ കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് തോന്നുന്നതുകൊണ്ട് ജിൻഡോ എന്ന് പറയുന്നു. ജാസ്മിന്റെ ജിൻഡോ ജാസ്മിൻ അങ്ങനെ വരുമ്പോ ജാസ്മിന് ചില നിലപാടുകൾ അല്ലെങ്കിൽ പുള്ളിക്കാരി പറയുന്ന ചില കാര്യങ്ങൾ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തതാണ്. അപ്പൊ അങ്ങനെ ഒരു ഇതാണ്. ജിൻഡോ ഇടയ്ക്കൊരു ഒരു പാവം പോലെ തോന്നിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഒരു പാവം എന്നുള്ള പരിമിതി കൊണ്ടാണ് പലരും അങ്ങനെ ചെയ്യുന്നല്ലോ. കുറച്ച് പൊട്ടത്തര അറിയില്ല പുള്ളിയുടെ റിയൽ ക്യാരക്ടർ ഗെയിം സ്ട്രാറ്റജി ആയിരിക്കാം, എങ്ങനെയാന്ന് അറിയില്ല. എന്റെ ഒരു അതാണ് സ്റ്റാർട്ടിങ് തോന്നിയ ഒരു ഒപ്പീനിയൻ അല്ല എനിക്ക് ഇപ്പൊ രണ്ടുപേരെ കുറിച്ചും തോന്നുന്നു. എനിക്കതുകൊണ്ട് എനിക്കൊരു കറക്റ്റ് ആൻസർ അങ്ങനെ പറയാൻ. ഇപ്പൊ ജിന്റെ ഒരു ക്രൂക്കട മൈൻഡഡ് ആണെന്ന് പറഞ്ഞാല് ഇപ്പൊ അങ്ങനെ തോന്നിയിട്ടുണ്ടോ? ക്രൂക്കട, അതായത് തോന്നിയിട്ടില്ല. കാരണം അവരിപ്പോ അവരോട് എല്ലാവരും അവരൊരു ഗെയിം സ്ട്രാറ്റജി ആയിട്ടാണ് എനിക്കിപ്പോ ഇന്നൊരാളെ ചൂസ് ചെയ്ത് പറയാൻ അങ്ങനെ അറിയത്തില്ല.